നമസ്കാരം, വെൽക്കം ടു ടെക്സാ സൊല്യൂഷൻസ്. നിങ്ങൾ ഒരു അസോസിയേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ഒരാളാണോ? ഒരു സംഘടനയുടെ, അതിപ്പോൾ ഒരു മലയാളി അസോസിയേഷൻ ആകാം, കലാകാരന്മാരുടെ കൂട്ടായ്മയാകാം, അല്ലെങ്കിൽ പള്ളിയോ ഹിന്ദു അസോസിയേഷനോ ഒക്കെ ആകാം. എങ്കിൽ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ അസോസിയേഷനിൽ ഒരു പുതിയ മെമ്പർ ജോയിൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? അവർക്ക് നിങ്ങളൊരു മെമ്പർഷിപ്പ് ഫോം ഫില്ല് ചെയ്യാൻ കൊടുക്കുമോ? അതൊരു PDF ആയിട്ടാണോ കൊടുക്കുന്നത്, അതോ ഗൂഗിൾ ഫോം ആയിട്ടാണോ കൊടുക്കുന്നത്? മെമ്പർഷിപ്പിൻ്റെ ഫീ എങ്ങനെ നിങ്ങൾ അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്? അവർ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടുകയാണോ, അതോ നിങ്ങൾ ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് മേടിക്കുകയാണോ? ഇനി അവർ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടാൽ അത് അവരുടേത് തന്നെയാണ് എന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? ഇത്രയും സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര സമയം ചെലവഴിക്കണം? ഈ കളക്ട് ചെയ്ത ഡേറ്റ നിങ്ങൾ എവിടെ സൂക്ഷിക്കും? എല്ലാ വർഷവും നിങ്ങളുടെ മെമ്പേഴ്സ് അവരുടെ മെമ്പർഷിപ്പ് പുതുക്കാറുണ്ടോ? അതിനുള്ള പണം എല്ലാവരും കൃത്യമായി തന്നു എന്ന് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? തരാത്തവർ ലിസ്റ്റ് എടുക്കാൻ നിങ്ങൾ എത്ര സമയം ചെലവഴിക്കണം? ഈ തരാത്തവരെ എങ്ങനെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും? ഇനി ഒരു ഇവൻ്റ് നടത്തുമ്പോൾ അതിനുള്ള ഡേറ്റ കളക്ഷൻ എങ്ങനെ ചെയ്യും? ഇവൻറ്റിൻ്റെ പണം മുൻകൂർ വാങ്ങുമോ, അതോ ഇവൻ്റ് നടക്കുന്നിടത്ത് വെച്ചാണോ വാങ്ങുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവൻറ്റിന് വരുമെന്ന് പറഞ്ഞിട്ട് എത്ര പേര് വരാതിരിക്കുന്നുണ്ട്? ഇനി ഇവൻറ്റിന് എത്ര മുതിർന്നവരുണ്ട്, എത്ര കുട്ടികളുണ്ടെന്ന് എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് എത്ര സമയം വേണ്ടി വരും? ആ ഇവൻറ്റിന് എത്ര പേര് വന്നു, അതിൽ എത്ര പേര് വന്നില്ല, ആ ഇവൻറ്റിന് കളക്ട് ചെയ്ത എമൗണ്ട് എത്രയാണ്, അതിന് ചിലവായ എമൗണ്ട് എത്രയാണ്? ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? അടുത്ത കമ്മിറ്റി വരുമ്പോൾ അവർക്ക് എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡ് ഓവർ കൊടുക്കുന്നത്? ഈ മെമ്പേഴ്സിൻ്റെ ഡേറ്റ എങ്ങനെ സേഫായിട്ട് അവർക്ക് കൈമാറും? ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ അസോസിയേഷന് വേണ്ടി നിങ്ങൾ എത്രമാത്രം സമയം ചെലവഴിക്കുന്നു എന്നുള്ളത്. മിക്കവാറും ആരും തന്നെ ഈ ജോലി ചെയ്യാനായിട്ട് ഒരു പ്രത്യേക എമൗണ്ട് അസോസിയേഷനിൽ നിന്ന് എഴുതി മേടിക്കാറില്ല. എല്ലാവരും അവരുടെ താല്പര്യത്തിൻ്റെ പേരിലാണ് ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അതിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് പോലും തന്നെ അറിയണമെന്നില്ല. 1-2 പേര് മാത്രമേ ഇതിനൊക്കെ വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ച് ഇതിൻ്റെ പിന്നിലിരിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒരു അസോസിയേഷൻ ചെയ്യേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് വാങ്ങുക. എന്താണ് ടൂൾസ്? അതിനു വേണ്ടിയുള്ള സോഫ്റ്റ്വെയർസ് വാങ്ങുക എന്നുള്ളതാണ്. ഈ സമയം ഒരുപാട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഒരുപാട് വലിയ തുക ചെലവഴിക്കണം എന്നില്ല. കാരണം ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ സ്റ്റേജ് ഡെക്കറേഷന് വേണ്ടി തന്നെ ഒരു വർഷം ആ അസോസിയേഷൻ എത്രമാത്രം എമൗണ്ട് ചിലവാക്കുന്നുണ്ടെന്നറിയാമോ? അതിൻ്റെ ഒന്നും പകുതിയുടെ പകുതി വേണ്ടി വരത്തില്ല ഇത്തരത്തിലുള്ളൊരു സോഫ്റ്റ്വെയർ വാങ്ങാനായിട്ട്. അത്തരം ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത് ഈ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രയോജനപ്പെടും. ഈ ഡേറ്റ സേഫായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അതിനെ പ്രോപ്പറായി ഹാൻഡ് ഓവർ കൊടുക്കാൻ പറ്റും. കാരണം എല്ലാ വർഷവും അല്ലെ ചിലപ്പോൾ 2 വർഷം കൂടുമ്പോൾ ഒരു കമ്മിറ്റി മാറുകയാണ് അവിടെ ചെയ്യുന്നത്. പുതിയ ആൾക്ക് വരുമ്പോൾ അതിനെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. ഈ ഡേറ്റ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഡേറ്റകൾ എവിടെയാണ്, അത് വെച്ചിട്ട് വേണം അവർക്ക് അടുത്ത പ്രോഗ്രാം പ്ലാൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഏതൊക്കെ മെമ്പേഴ്സ് അവരുടെ മെമ്പർഷിപ്പ് ഫീ ഈ വർഷം പുതുക്കിയിട്ടില്ല, അവരെ കണ്ടുപിടിക്കാനായിട്ട് 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നിടത്ത് ഒരൊറ്റ ക്ലിക്കിൽ ആ റിപ്പോർട്ട് കിട്ടുകയാണ്. ഇന്ന ആൾക്കാരാണ് പേയ്മെൻറ്റ് തരാത്തത്, ഇവരുടെ പേയ്മെൻറ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും എമൗണ്ട് കൂടെ നമ്മുടെ സംഘടനയ്ക്ക് വന്നു ചേരും. അങ്ങനെയുള്ള റിപ്പോർട്ടുകളെല്ലാം ഒരൊറ്റ സ്ക്രീനിൽ കിട്ടുകയാണ്. അത് മാത്രമല്ല അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടുകയാണ്. അവർക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ എന്താണ് സാധാരണ ചെയ്യുന്നത്? പേയ്മെൻറ്റ് പുതുക്കാറാകുമ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പിലേക്കാണ് മെസ്സേജ് ഇടുന്നത്. ആ ഗ്രൂപ്പിൽ എത്ര പേര് മെസ്സേജ് കാണും? മിക്കവാറും പേര് അത് ഇഗ്നോർ ചെയ്യും. പക്ഷേ അതിന് പകരം അവർക്ക് ഡയറക്റ്റായിട്ടൊരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ എന്ത് സംഭവിക്കും? ഉറപ്പായിട്ടും അവരത് കാണുകയും ചെയ്യും. അതിൽ മാത്രമല്ല ആ വാട്സാപ്പ് മെസ്സേജിൽ അവരുടെ പേര് കൂടെ മെൻഷൻ ചെയ്യണം. ഹായ് ഇന്ന ആൾ, അവരുടെ പേര് പറഞ്ഞിട്ട് വേണം ബാക്കി പറയാൻ. നിങ്ങളുടെ മെമ്പർഷിപ്പ് ഫീ പുതുക്കാൻ സമയമായിട്ടുണ്ട്, അത് ഉടനെ ചെയ്യേണ്ടതാണ്, ഇതാണ് ലാസ്റ്റ് ഡേറ്റ് എന്നും പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാൽ കാണുന്ന അവസരത്തിൽ തന്നെ അവർ പുതുക്കാനുള്ള സ്റ്റെപ്സ് എടുത്ത് തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൂൾ വേണം. ബൾക്കായിട്ട് വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ പറ്റുന്നൊരു ടൂൾ വേണം. ഇമെയിൽ അയക്കാൻ പറ്റും, ശരിയാണ്. പക്ഷേ ഇമെയിലും ഈ പറഞ്ഞ പോലെയാണ്, എത്ര പേര് കാണണം എന്നില്ല. കാരണം ഇമെയിലിനേക്കാൾ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് വാട്സാപ്പ് തന്നെയാണ്. ഇതെല്ലാം കൂടെ അടങ്ങുന്നൊരു സോഫ്റ്റ്വെയർ അസോസിയേഷന് വേണ്ടി മേടിച്ച് നൽകി കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യം. അവർക്ക് വേണ്ടി ഒരു ശമ്പളം കൊടുക്കുകയല്ല, അവരുടെ സമയം സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരു അസോസിയേഷൻ ആദ്യം ചെയ്യേണ്ടത്.